സബല സോപ്പ് മാജിക് അവനിലേക്ക് സ്വാഗതം. മലയാളികളായ നമ്മൾക്ക് എല്ലാവർക്കും തന്നെ ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡ് അല്ലെങ്കിൽ കുറേ കാലമായിട്ട് ഇങ്ങനെ ഒരു തോന്നലെന്ന് പറയുന്നത് എപ്പോഴും നാടൻ വിഭവങ്ങളോട് കൂടുതൽ ഇഷ്ടം എന്നുള്ളതാണ്. അതേസമയം നമുക്ക് പരീക്ഷിക്കാനും ഇഷ്ടമുള്ള ആൾക്കാരാണ്. കാരണം ഇപ്പോൾ വളരെ ഗ്ലോബലായിട്ട് ചിന്തിക്കുമ്പോൾ പല രാജ്യങ്ങളിലും പല സംസ്ഥാനങ്ങളിലും നമ്മുടെ മലയാളികൾ യാത്ര ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. പിന്നെ ഇതുകൂടാണ്ട് ഇൻ്റർനെറ്റ് വഴിയൊക്കെ നമുക്ക് ഒരുപാട് എക്സ്പോഷർ, അതായത് നമുക്ക് ധാരാളം അറിയാനുള്ള അവസരങ്ങൾ ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ പരീക്ഷണങ്ങൾക്ക് യാതൊരു മടിയുമില്ല. അപ്പോൾ പുതിയ പരീക്ഷണം എന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ, എങ്കിലും നാടൻ വിഭവങ്ങൾ മാത്രമായി നമ്മൾ ഒതുങ്ങിക്കൂടാതെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെറുതായിട്ടൊക്കെ വിദേശിയായിട്ടും കുറച്ച് വ്യത്യസ്തമായ വിഭവങ്ങളും ഒക്കെ ഒന്ന് പരീക്ഷിക്കുന്നത് നല്ലതല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് മാജിക് അവനിലൂടെ ഇപ്പം നമ്മൾ കുറേ ദിവസമായിട്ട് കുറേ നാടൻ വിഭവങ്ങളൊക്കെ പരീക്ഷിച്ച് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇന്ന് വ്യത്യസ്തമായൊരു വിഭവം, കാരണം ഇത്തരം വിഭവങ്ങൾ കാണാനും പ്രേക്ഷകർക്ക് താല്പര്യമുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായും പലതരം ബേക്ക് ചെയ്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ ബേക്ക്ഡ് പുഡിങ്സ് ആകാം, അല്ലെങ്കിൽ ബേക്ക് ചെയ്ത പലതരം പൈസ്, ടാർട്ട്സ്, പേസ്ട്രീസ്, ഇതെല്ലാം തന്നെ ഇഷ്ടമുള്ള ഒരു വിഭാഗം ആൾക്കാർ എന്തായാലും ഉണ്ടാകും. അപ്പോൾ നമ്മൾ അവരുടെ കാര്യവും ഒന്ന് പരിഗണിക്കണം. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മളിവിടെ ഒരു വ്യത്യസ്തമായ ഒരു പൈ ആണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ പൈ എന്ന് പറയുമ്പോൾ ഇത് വളരെ സിമ്പിളാണ്, വളരെ ലളിതമായി ചെയ്യാൻ പറ്റുന്ന ഒരു പൈ ആണ് ഇത്. എഗ് ആൻഡ് ഒണിയൻ പൈ. എഗ് ആൻഡ് ഒണിയൻ എന്ന് പറയുമ്പോൾ ഉള്ളിയും മുട്ടയുമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ചേരുവ. അപ്പോൾ ഒരു പൈ ബേസ് ഉണ്ടാക്കിയിട്ട്, അതായത് അതിനൊരു ബേസ് ഉണ്ടാകും. പൈക്ക് എപ്പോഴും ഇപ്പോൾ ടാർട്ട്സ് ആണെങ്കിലും പൈസ് ആണെങ്കിലും ഒക്കെ ഒരു ബേസിലാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ഒരു ബേസ് ഉണ്ടാക്കുന്നു, അതിനകത്ത് ഫില്ലിങ് നിറയ്ക്കുന്നു, എന്നിട്ട് ബേക്ക് ചെയ്തെടുക്കുന്നു. അതാണ് നമ്മുടെ എഗ് ആൻഡ് ഒണിയൻ പൈ. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മൈദ മാവ് 2 കപ്പ്, വെണ്ണ 125 ഗ്രാം, ഉപ്പ് ആവശ്യത്തിന്, തണുത്ത വെള്ളം 1/4 കപ്പ്. ഇനി ഫില്ലിങ്ങിന് വേണ്ട ചേരുവകൾ: വെണ്ണ 50 ഗ്രാം, സവാള 3 വലുത് ചെറുതായി അരിഞ്ഞത്, മുട്ട 4 വലുത്, മൈദ മാവ് 1 ടേബിൾ സ്പൂൺ, ഫ്രഷ് ക്രീം 3/4 കപ്പ് മുതൽ 1 കപ്പ് വരെ ആകാം, ഉപ്പ് ആവശ്യത്തിന്, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ചീസ് ഗ്രേറ്റ് ചെയ്തത് 3/4 കപ്പ്, വീണ്ടും ഒരല്പം വെണ്ണ അലങ്കാരത്തിനായി. അപ്പോൾ ആദ്യം നമ്മളൊരു പൈ ഷെല്ല് തയ്യാറാക്കണം. അപ്പോൾ ഒരു ബേസാണ്. അതിനെന്തൊക്കെയാണ് വേണ്ടത്? വളരെ എളുപ്പമാണ്. ഒരു പൈ ബേസ് ഉണ്ടാക്കാൻ വലിയ പാടില്ല. ഇതൊരു ഷോർട്ട് ക്രസ്റ്റ് പേസ്ട്രി എന്നാണ് അതിന് പറയുക. നമ്മൾ ഒരു ഷീറ്റാണ്, ഒരു പേസ്ട്രി ഷീറ്റ് പോലെ ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ ഏത് പാത്രത്തിലാണോ നമ്മൾ പൈ ഡിഷ് ഉണ്ടാക്കുന്നത്, ആ പൈ ഡിഷ് ഏതാണോ ഉണ്ടാക്കുന്നത് അതിനകത്തേക്ക് ആ ഷീറ്റ് വെച്ച്, ഷീറ്റ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ പരത്തിയെടുത്തിട്ട് അതിനകത്ത് നന്നായിട്ട് ഫിക്സ് ചെയ്തിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കും. ചില ടൈപ്പ് ഓഫ് പൈ ആണെങ്കിൽ എന്താ പറയുക, അതിനകത്ത് ഫില്ലിങ്ങോട് കൂടി തന്നെ നമ്മൾ ബേക്ക് ചെയ്യാൻ വയ്ക്കും. ഇപ്പോൾ ആപ്പിൾ പൈ, ഇങ്ങനെയൊക്കെ പല ടൈപ്പ് ഓഫ് പൈസ് ഉണ്ട്. സ്വീറ്റ് ഫില്ലിംഗ് ഉള്ള പൈസ് ഉണ്ട്, അതല്ലാതെ ഇങ്ങനെ കുറച്ച് എരിവുള്ളതോ അല്ലെങ്കിൽ ഉപ്പും കുരുമുളകും ഒക്കെ ആ ഒരു ടേസ്റ്റ് കിട്ടുന്ന പൈസ്, അങ്ങനെ അതായത് സേവറി ആയിട്ടുള്ളതും സ്വീറ്റ് ആയിട്ടുള്ളതും ഉണ്ട്. അപ്പോൾ എന്താണെങ്കിലും ആ പൈ ഡിഷിൻ്റെ അകത്തൊരു പാത്രം മാതിരി, ആ പാത്രത്തിൻ്റെ ഷേപ്പിലൊരു ബേസ് നമ്മൾ ഉണ്ടാക്കണം. അതാണ് ഞാനിപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടത് മൈദ മാവ്. ഇതിപ്പോൾ 2 കപ്പ് മൈദ മാവ് അളന്ന് വെച്ചതാണ്. അതെടുക്കുക, എന്നിട്ട് അതിലേക്ക് ഒരല്പം ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്, ബേസിന് ആവശ്യമുള്ള ഉപ്പ്, ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർക്കുന്നു. എന്നിട്ട് പിന്നെ വേണ്ടത് വെണ്ണയാണ്. 125 ഗ്രാം വെണ്ണ. അത് തണുത്ത വെണ്ണ തന്നെയാണ് നല്ലത്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അതേപോലെ തന്നെ ആ സമയത്ത് തന്നെ ഉപയോഗിക്കുന്നതാണെങ്കിൽ ഏറ്റവും നല്ലത്. കുറച്ച് ഹാർഡായിട്ടിരിക്കുന്നത് കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ കൈ കൊണ്ടിങ്ങനെ അതിനെ ഈ മാവിലേക്കൊന്ന് യോജിപ്പിക്കുക. അപ്പോൾ ഇങ്ങനെ യോജിപ്പിച്ച് വരുമ്പോൾ പുട്ട് പൊടിക്ക് നമ്മൾ പുട്ടുപൊടി എടുത്തിട്ട് നനയ്ക്കില്ലേ പുട്ടിന് വേണ്ടിയിട്ട്, അപ്പോൾ എങ്ങനെയാണ് വരിക? അതുപോലെയാണ്. ഇങ്ങനെയായി വരും. അപ്പോൾ ഇത് കാണാനൊരു സുഖമുള്ളൊരു ടെക്സ്ചറാണ്. നനഞ്ഞ മാവ് വാങ്ങി. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ആ വെണ്ണ നന്നായിട്ട് യോജിപ്പിച്ചു. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ഇതിലേക്ക് ആവശ്യാനുസരണം ഐസ് വാട്ടർ, നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഏതാണ്ട് ഒരു 1/4 കപ്പോളം വെള്ളം വേണ്ടി വരും. കുറച്ചൊരു ടൈറ്റ് മാവ്, ഒരു ടൈറ്റ് ഡോ ആയിട്ട്, ഒരു ചപ്പാത്തിക്കെല്ലാം കുഴയ്ക്കുന്ന മാതിരി ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മളുടെ ഐസ് വാട്ടർ ഇവിടെ റെഡിയാണ്. ഒരു 1/4 കപ്പ്, ഒരു കാര്യം ചെയ്യാം, 1/4 കപ്പ് മുതൽ ഇച്ചിരി കൂടെ ചിലപ്പോൾ വേണ്ടി വരും.
ഞാനിപ്പോൾ ഏതാണ്ട് ഒരു അരക്കപ്പ് മുഴുവനില്ല, ഒരു 3/4 അരക്കപ്പിൻ്റെ ഒരു 1/4 ഭാഗം അളന്ന് വെച്ചിട്ടുണ്ട് ഐസ് വാട്ടർ. പിന്നെ കുഴയ്ക്കാൻ തയ്യാറെടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ മോതിരമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ മോതിരത്തിൻ്റെ ഇടയിലെല്ലാം മാവ് കയറില്ലേ, അപ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്തിട്ട് തുടങ്ങാം. അങ്ങനെയുള്ള ഇനി എന്താ, ഇതിലേക്ക് നമ്മൾ കുറേശ്ശെ ഐസ് വാട്ടർ ആദ്യം ഒന്ന് സ്പൂൺ കൊണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ലാസ്റ്റ് സ്റ്റേജിലേക്ക് വരുമ്പോൾ കൈ ഉപയോഗിക്കും. ഇനി നമുക്കൊന്ന് കുഴച്ച് അപ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞതുപോലെ ഒരു 1/4 കപ്പിനെക്കാട്ടിലും കുറച്ചുകൂടി വേണ്ടി വരും. അപ്പോൾ ഏകദേശം 1/2 കപ്പ് വെള്ളം റെഡിയാക്കി വെക്കുക, ഐസ് വാട്ടർ. എന്നിട്ട് നമ്മൾ ആവശ്യാനുസരണം ഉപയോഗിക്കുക. ഈ രീതിയിലാണ് നമ്മൾ നമ്മുടെ പേസ്ട്രിയുടെ ബേസ് തയ്യാറാക്കുന്നത്. കാണുന്നുണ്ടല്ലോ. ഇനി ഇത് പരുത്താണല്ലോ നമ്മൾ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമേ ഒന്ന് തയ്യാറാക്കി വയ്ക്കാം. കുറച്ചൊന്ന് റൗണ്ട് ഷേപ്പിലേക്ക് വരുന്ന രീതിയിലൊന്ന് കൈ കൊണ്ട് തന്നെ ആദ്യം ഒന്ന് ഷേപ്പ് ചെയ്യുക. അപ്പോൾ നമ്മളൊരു പാർച്ച്മെൻറ്റ് പേപ്പർ അല്ലെങ്കിൽ ഒരു ബട്ടർ പേപ്പർ എടുക്കുക. അതിൽ ഒരല്പം പൊടി വേണമെങ്കിൽ ഒന്നിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഇടുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇത് വെച്ചിട്ട് നമുക്കൊന്ന് പരത്താം. അപ്പോൾ നമ്മുടെ പൈ ഡിഷിൻ്റെ വലിപ്പത്തിനാണ് നമ്മൾ റൗണ്ട് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു റൗണ്ട് ഷേപ്പ് നമ്മൾ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ പൈ ഡിഷ്. അപ്പോൾ ഇത് നമ്മുടെ ഡിറ്റാച്ചബിൾ ബോട്ടമാണ്. അപ്പോൾ ഏതാണ്ട് സ്പ്രിംഗ് ഫോം പാൻ പോലെ തന്നെയാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, ഇതുണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് എളുപ്പത്തിൽ ഡിമോൾഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് ബട്ടർ തേച്ചിട്ട് അതിനകത്ത് ഫിക്സ് ചെയ്യുക. അപ്പോൾ ഇത് കഴിയുമ്പോൾ ഇളകി വരുന്ന രീതിയിലുള്ള ഒരല്പ സമയം കഴിയുമ്പോൾ വരും. ഈ രീതിയിൽ ബേസ് ഫിക്സ് ചെയ്യുക. അപ്പോൾ ഇനി ഇതിലേക്കെടുത്ത് വയ്ക്കണം. അപ്പോൾ അതിന് ഏറ്റവും എളുപ്പമാർഗം ഇതിനെ ഒന്ന് ഇതുമെങ്കിൽ റോൾ ചെയ്ത് ഇതിലേക്ക് തിരിച്ച് വയ്ക്കുക. എന്നിട്ട് കൂടുതലായിട്ടുള്ളത് നമുക്ക് മാറ്റാം. ഇനി ഇതാണ് ഫസ്റ്റ് സ്റ്റേജ്. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് അതിലിങ്ങനെ കുത്തണം. എയർ ബബിൾസൊക്കെ വന്നിട്ട് ഇതിങ്ങനെ പൊങ്ങിപ്പോകാതിരിക്കാനാണ് നമ്മളിങ്ങനെ. പിന്നെ വേണ്ടത് നമ്മളിപ്പോൾ പരത്തിയ പാർച്ച്മെൻറ്റ് പേപ്പർ ഉണ്ടല്ലോ, അത് ഇതിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഏതെങ്കിലും ധാന്യം എന്തോ ആയിക്കോട്ടെ, അപ്പോൾ കടലയാകാം, പയറാകാം, സോയാബീനാകാം, എന്തെങ്കിലും വെയിറ്റുള്ള കാര്യം ഇതിനകത്ത് ഫില്ല് ചെയ്യണം. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് പയറും കുറച്ച് കടലയുണ്ട്, അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തെടുത്തിരിക്കുകയാണ് ഞാൻ. ഇത് ബേക്കിങ്ങിന് വേണ്ടി അല്ല, ഇത് നമ്മുടെ ബേസ് ബേക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനൊരു ബലം കിട്ടാനായിട്ട്. അപ്പോൾ നമ്മളിനി ഇത് ഇലക്ട്രിക് അവനിലേക്ക് മാറ്റാൻ പോകുന്നു. 200 ഡിഗ്രി ചൂടിൽ ഒരു 15 മുതൽ 20 മിനിറ്റ് സമയം വരെ ബേക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അത് പുറത്തേക്ക് എടുക്കും. ആ സമയം കൊണ്ട് നമുക്കിനി ഫില്ലിങ്ങും തയ്യാറാക്കാം. എന്തായാലും ഇത് ഞാൻ ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ട് വരാം. അപ്പോൾ നമ്മുടെ പൈ ബേസ് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പൈ ഷെല്ല് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി എന്താണ്, ഇനി അടുപ്പ് കത്തിച്ചിട്ട് ഫില്ലിങ്ങിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. ഒരു 50 ഗ്രാം വെണ്ണ, ഉപ്പില്ലാത്ത വെണ്ണ, അതൊന്ന് ഉരുക്കിയിട്ട് അതിലേക്ക് അങ്ങനെ 3 സവാള നമുക്കിട്ട് തുടങ്ങാം. വെണ്ണ ഉരുകുന്നതും സവാള ഒന്നിച്ചായിക്കോട്ടെ, കുഴപ്പമില്ല.
അപ്പോൾ ഈ വെണ്ണയുടെ അളവൊക്കെ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് കുറയ്ക്കുക. വെണ്ണയ്ക്ക് പകരം വേണമെങ്കിൽ ഏതെങ്കിലും ഓയിൽ, കൊളസ്ട്രോൾ ഫ്രീ ആയിട്ടുള്ള ഓയിൽ ഏതെങ്കിലും വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിതിപ്പോൾ ഒരു ടിപ്പിക്കൽ രീതിയിൽ ചെയ്യുന്നതേ ഉള്ളൂ. അവിടെ ആ ഒരു റിച്ച്നെസ്സോട് കൂടി തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇത് കിടന്ന് ചെറിയ ആദ്യം നല്ല തീയിൽ കിടക്കട്ടെ, പിന്നെ നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് പിന്നെ തീ ഒന്ന് ക്രമീകരിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബ്രൗൺ കളറായിട്ടില്ല, പക്ഷേ ഉള്ളി നന്നായിട്ട് വാടി ഒരു പിങ്ക്, നല്ല ഒരു ട്രാൻസ്പാരൻറ്റ് പിങ്ക് കളറായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ മൈദ മാവ്, ആ 1 ടേബിൾ സ്പൂൺ മൈദ മാവ് ഇതിലേക്ക് ഇടും. അതും കൂടി ചേർത്ത് വീണ്ടും ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ വഴറ്റും. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊരല്പം തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഒരു സൈഡിലിരിക്കട്ടെ. ഈ സമയം ഉള്ളി ഒരല്പം ഒന്ന് തണുക്കട്ടെ. എന്നിട്ട് ഇനി നമുക്ക് ഫില്ലിങ്ങിൻ്റെ ബാക്കി കാര്യം വേറൊരു പാത്രത്തിലേക്ക് ഇനി 4 മുട്ടയും പിന്നെന്താ ഏതാണ്ടൊരു 3/4 മുതൽ 1 കപ്പ് വരെ ഫ്രഷ് ക്രീം, ഇത് രണ്ടും കൂടി നന്നായിട്ട് യോജിപ്പിക്കും. അതാണ് ഇനി അടുത്ത ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഫ്രഷ് ക്രീമിനെ പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് മുട്ട ഓരോന്നോരോന്നിട്ട്, അപ്പോൾ 4 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഓരോ മുട്ടയായിട്ട് ഇതിനകത്തേക്ക് വയ്ക്കും. ഇത് ഫ്രഷ് ക്രീമും മുട്ടയും അങ്ങനെ 4 മുട്ട. ഇനി ഒരു 10 പോലൊരു കാര്യം വെച്ചിട്ടിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലതായിട്ട് കട്ടയെല്ലാം ഉടഞ്ഞ് നന്നായിട്ട് യോജിച്ച് കിട്ടും. ഇതിനോടൊപ്പം ഇനി നമ്മൾ ചേർക്കേണ്ടത് പാകത്തിനുള്ള ഉപ്പ്, ഒരല്പം ഉപ്പ്, ഫില്ലിങ്ങിന് ആവശ്യമുള്ള ഉപ്പ്. കാര്യം ബേസിന് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, ഉള്ളിയിലൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. അപ്പോൾ ഇനി ഉപ്പ് ഇതിനൊക്കെ ആവശ്യമുള്ളത് ചേർക്കുക. അതുപോലെ കുരുമുളക് പൊടി, അത് ഇഷ്ടാനുസരണമാണെങ്കിലും 1 ടീസ്പൂണോളം ചേർക്കുക. കാര്യം വേറെ എരിവുള്ള കാര്യമൊന്നും ഇല്ലല്ലോ. ഇനി ഇതിലേക്ക് സാവധാനം കുറേശ്ശെ നമ്മുടെ ഒരു സവാള നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത് കുറേശ്ശെ ചേർക്കുക. ഇതൊന്ന് തണുക്കണം, കുറച്ചൊന്ന് തണുത്തിട്ടാണ് ചേർക്കേണ്ടത്. ഇങ്ങനെ കുറേശ്ശെ അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ക്രീം ചേർത്ത് കണ്ടല്ലോ, അത്രയും ക്വാണ്ടിറ്റി. അതിൻ്റെ ഒരു റിച്ച്നെസ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ക്രീമും ബാക്കി പാലും, അല്ലെങ്കിൽ പാല് മാത്രമായിട്ട് വേണമെങ്കിലും ചേർക്കാം. അങ്ങനെ നമ്മുടെ സവാള കംപ്ലീറ്റ് യോജിപ്പിച്ച് കഴിഞ്ഞു. അപ്പോൾ സവാളയുടെ കൂടെ കുറച്ച് മൈദാമാവും കൂടി ചേർത്തിരുന്നു, ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? നമ്മളൊരു ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്താണ്. അപ്പോൾ അത് ബേക്ക് ചെയ്ത് വരുമ്പോൾ ഭയങ്കര വ്യത്യാസമുള്ള നല്ലൊരു ടെക്സ്ചറായിട്ട് മാറും. ഇതിങ്ങനെ റെഡി ആയിരിക്കുന്നു. ഇനി ചീസ്, ഈ ചീസ് വേണമെങ്കിൽ ഒഴിവാക്കാം, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇതിപ്പോൾ 1 കപ്പ് ചീസ് ഉണ്ട്, ഒരു 3/4 കപ്പോളം ഉണ്ട്. അതിൽ കുറച്ച് നമുക്ക് ഇപ്പോൾ ചേർക്കാം, ഒരു പകുതിയോളം ചേർത്തു ഇതിനകത്തേക്ക്. അതിനകത്ത് കിടന്ന് അലിഞ്ഞ് ചേർന്നു. അപ്പോൾ ചീസൊക്കെ പിന്നെ റിച്ച് ആവുകയാണ് കാര്യങ്ങൾ, എങ്കിലും ഒഴിവാക്കാം അല്ലെങ്കിൽ ഉപയോഗിക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോണ കാര്യം, നമ്മുടെ ബേസ് ഇപ്പോൾ ഒരു ഹാഫ് ബേക്ക്ഡ് ആയിട്ട് റെഡി ആയിരിക്കുകയാണ്. ഇനി ഞാനിതിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന ഭാഗം മാറ്റുന്നു. അപ്പോൾ കറക്റ്റായിട്ട് റെഡി ആയിരിക്കുവാണ്. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? ഇനി ഇതിനകത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ പയറിൻ്റെ എല്ലാം ജോലി കഴിഞ്ഞു, അതവിടെ ഒരു സൈഡിലിരിക്കുന്നു. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ബാക്കിയിരിക്കുന്ന ചീസ്, പക്ഷേ അതെല്ലാം ചേർന്ന് വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു നല്ലൊരു ഭയങ്കര റിച്ച് ഫിനിഷ് വരുന്നത്. ഇനി ഇതൊന്ന് ബേക്കാൻ വയ്ക്കുക. ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ഇനി ഒരല്പം വെണ്ണയും കൂടി അവിടെ ആയിട്ടൊന്ന് ഡോട്ട് ചെയ്ത് കൊടുക്കുക.
ഇനി വേറൊന്നും ചെയ്യാനില്ല. ഇനി വീണ്ടും നമ്മൾ ചൂടായി കിടക്കുന്ന അവനിലേക്ക് മാറ്റുന്നു. ഇനി ഒരു 180 ഡിഗ്രി ചൂടെല്ലാം മതിയാകും. 180 to 190 ആ ഒരു ടെമ്പറേച്ചറിൽ ഏതാണ്ട് ഒരു 25 മുതൽ 30 മിനിറ്റ് സമയം വരെ നോക്കുക. കാര്യം ഇതൊന്ന് നന്നായിട്ടൊന്ന് സെറ്റായി ബേക്കായി ബേസും ഉള്ളിലെ ഫില്ലിങ്ങും എല്ലാം ഫുള്ളി ബേക്ക്ഡായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി മാറിക്കഴിയുമ്പോൾ നമ്മളിത് പുറത്തേക്ക് എടുക്കും. അപ്പോൾ നമ്മളുടെ എഗ് ആൻഡ് ഓണിയൻ പൈ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഡീമോൾഡ് ചെയ്യുന്ന കാര്യം. ഡീമോൾഡ് ചെയ്യാനായിട്ട് ഇപ്പോൾ നല്ല ചൂടാണ്. നമ്മളുടെ ഈ പൈ ഡിഷ് ഒരു പൊക്കമുള്ളൊരു പാത്രത്തിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചാൽ ഇങ്ങനെ നടുക്ക് മാത്രമായിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ അത് ബേസ് അതിൻ്റെ അകത്തിരിക്കും, അതിൻ്റെ ചുറ്റുമുള്ള ഭാഗം താഴേക്ക് പോകും. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഡീമോൾഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പാത്രത്തിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ബേസ് എടുത്ത് വെക്കുകയാണെങ്കിൽ പൈ ഡിഷ് ഈസി ആയിട്ട് ഡീമോൾഡഡ് ആകും. കണ്ടല്ലോ നമ്മളുടെ പൈ കണ്ടല്ലോ എങ്ങനെയുണ്ടെന്ന്. ആ കറക്റ്റ് ആ ഷേപ്പിൽ ആ പൈ ഡിഷിൻ്റെ അതേ ഷേപ്പിൽ നമ്മളുടെ പൈ ഷെൽ റെഡിയാണ്. അതിൻ്റെ അകത്തെ ഫില്ലിംഗ് എല്ലാം നല്ലതായിട്ട് സെറ്റായി നല്ല ഗോൾഡൻ ബ്രൗൺ ആയി. അപ്പോൾ ചീസ് ഉള്ളിലും ഉണ്ട് മേളിലും ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ചീസ് അത്രയ്ക്ക് മെൽറ്റിംഗ് ടൈപ്പ് ചീസ് അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ടോപ്പിങ്ങിലുള്ള ചീസൊന്നും അധികം മെൽറ്റായിട്ടില്ല. പക്ഷെ നല്ല മെൽറ്റിംഗ് ചീസാണെങ്കിൽ അങ്ങനെ മെൽറ്റായി ബബിൾ ചെയ്ത് എനിക്ക് തോന്നും. ഇപ്പോൾ മോസറല്ല ആണെങ്കിലും നല്ലതായിട്ട് ഇങ്ങനെ പിസ്സയുടെ മുകളിൽ കിടക്കുന്ന പോലെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ബബിൾ ചെയ്ത് കിടക്കും. പക്ഷെ കുഴപ്പമില്ല, നല്ലതായിട്ട് വരും. അപ്പോൾ ഇനി ഒരല്പം തണുത്ത് കഴിഞ്ഞിട്ട് വെഡ്ജസ് ആയിട്ടാണ് ഇത് മുറിക്കേണ്ടത്. അതാണ് ഏറ്റവും ഭംഗിയായിരിക്കുക. ഇങ്ങനെ 5, 6 ഏതാണ്ട് ഒരു 10 പേർക്ക് കഴിക്കാനുള്ള വെഡ്ജസ് കിട്ടും. ഒരു 10 വെഡ്ജസ് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഭയങ്കര ചൂടാണ്. ഇതിൽ എന്ത് ഇംപ്രൊവൈസേഷൻസ് വേണമെങ്കിലും ചെയ്യാം. ഞാനിതിപ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഫില്ലിങ്ങിൽ നിങ്ങൾക്ക് എത്ര വേരിയേഷൻസ് വേണം. ഇപ്പോൾ മുട്ട മാത്രം വെച്ചിട്ട് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്താണ്, വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ. ഇപ്പം ചീസിൻ്റെ ഭാഗം ഒഴിവാക്കിയാൽ ചിലവ് വളരെ കുറവാണ്. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ക്രീം കുറച്ചും പാല് കൂടുതലും. പിന്നെ ഇതിനകത്ത് ഫില്ലിങ് വേണമെങ്കിൽ ചിക്കൻ കൊണ്ടുള്ള ഫില്ലിങ് ആകാം. ഈ മുട്ടയുടെ കൂടെ തന്നെ വേണമെങ്കിൽ കുറച്ച് ചിക്കൻ്റെ പീസസ് ഇടാം. പിന്നെന്താ വെജിറ്റബിൾസ് എക്സ്ട്രാ വെള്ളം ചേർക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗ്രീൻ പീസ് ആണെങ്കിലോ അല്ലെങ്കിൽ ക്യാരറ്റ്സ്, ബീൻസ്, കോളിഫ്ലവർ അങ്ങനത്തെ ഏത് കാര്യമാണെങ്കിലും ഇതിനകത്ത് യോജിപ്പിക്കാം. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കുമ്പോൾ കുറച്ചുകൂടി ഹെൽത്തി ആക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മുട്ട മാത്രമല്ല, വെജിറ്റബിൾസ് കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ കുറേ വെജിറ്റബിൾസും കൂടി ചേർത്താം. പിന്നെ പാലക്ക് നല്ല കോമ്പിനേഷനാണ്. പാലക്ക് ആൻഡ് എഗ് നല്ല മുട്ടയും പാലക്കും എല്ലാം ചേർന്നപ്പോൾ ചീര അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊരു ബേസ് ഇങ്ങനെ ഫില്ലിങ് ഉണ്ടാക്കിയിട്ട് ഈ ബേസിൽ ഫില്ല് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഒരു വീട്ടമ്മയുടെ ഭാവനയ്ക്ക് അനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ബേസിൻ്റെ ഇതൊരു എന്താ പറയുക ബേസിക് ആയിട്ടുള്ളൊരു പൈ എങ്ങനെ ചെയ്യുന്നു, അതിൻ്റെ ഫില്ലിങ് എങ്ങനെ എന്നുള്ളത് മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. ഇതിൽ ബേക്കൺ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ചെയ്യാം, ബേക്കണും എഗ്ഗും. അപ്പോൾ ഒരു പിസ്സ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ നമ്മളുടെ ഇഷ്ടപ്പെട്ട ടോപ്പിംഗ് വെച്ച് ചെയ്യാമല്ലോ പിസ്സ ആകുമ്പോൾ. അതുപോലെ തന്നെ ഈ പൈയുടെ അകത്തുള്ള ഫില്ലിങ് നമ്മളുടെ ഇഷ്ടത്തിന് ചെയ്യാം. അപ്പോൾ ഇതൊരു സേവറി ടൈപ്പ് ഓഫ് പൈ ആണ്. ഇത് മധുരമുള്ള പൈ അല്ലല്ലോ. ഇത് തന്നെ ഇപ്പോൾ ആപ്പിൾ പൈ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് ആപ്പിളും അങ്ങനത്തെ ഒരു സോസൊക്കെ ഉണ്ടാക്കിയിട്ട് ആ രീതിയിലൊരു ആപ്പിൾ പൈ മോഡൽ ചെയ്യാം. പിന്നെ അല്ലെങ്കിൽ പല ഫ്രൂട്ട്സ്, പീച്ചസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട് വെച്ച് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെയൊക്കെ ഇപ്പോൾ മാംഗോ സീസൺ ആണെങ്കിൽ അങ്ങനെ ഒരു മാംഗോ പൈ ചെയ്യാം. എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് തീർച്ചയായിട്ടും ഇഷ്ടമാവും. ഇനി അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു സമ്മർ സ്പെഷ്യലാണ്. നമ്മുടെ വേനൽക്കാലം ഏതാണ്ട് അവസാനിക്കാൻ സമയമായി വരുന്നു. നമ്മളെല്ലാവരും തന്നെ മഴക്കാലത്തേക്ക് ഉറ്റുനോക്കുകയാണ്. നല്ലൊരു മഴക്കാലം ഉണ്ടാവട്ടെ. കാര്യം അത്രയ്ക്ക് കഠിനമായൊരു വേനലിലൂടെ നമ്മൾ കടന്നുപോയി കഴിഞ്ഞു. എന്തായാലും ഈ വേനലിൻ്റെ അവസാന ആഘോഷം എന്നുള്ള നിലയ്ക്ക് നമുക്കൊരു സ്മൂത്തി തയ്യാറാക്കാം. അപ്പോൾ ആരോഗ്യത്തിന് വളരെ നല്ലതും അതേസമയം നമ്മളുടെ ഈ ചൂടിനെ അതിജീവിക്കാൻ പറ്റിയൊരു സ്മൂത്തി. നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇതൊരു ഓറിയൻ്റൽ സ്മൂത്തിയാണ്. ഓറിയൻ്റൽ സ്മൂത്തി എന്ന് പറയുമ്പോൾ ഓറിയൻ്റൽ ആയിട്ടുള്ള ഫ്രൂട്ട്സ്, നമ്മളെല്ലാം ഒരു ഓറിയൻ്റൽ ഭാഗത്ത് ജീവിക്കുന്ന ആൾക്കാർ തന്നെയാണ്. ഒരു ഏഷ്യൻ കൺട്രീസ് എന്ന് പറയുന്ന പോലെ നമുക്ക് സുലഭമായി ഇപ്പോൾ കിട്ടുന്ന മാമ്പഴം, പിന്നെന്താ പപ്പായ നമുക്ക് എപ്പോഴും കിട്ടുന്ന കാര്യമാണ്. ഇതെല്ലാം വെച്ചിട്ട് നമുക്കൊരു എളുപ്പത്തിൽ ഒരു സുന്ദരമായ ഒരു ഡ്രിങ്ക് തയ്യാറാക്കാം. അതാണ് നമ്മുടെ ഓറിയൻ്റൽ സ്മൂത്തി. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നന്നായി പഴുത്ത മാമ്പഴം ഒരു വലുത് കഷ്ണങ്ങളാക്കിയത്, നന്നായി പഴുത്ത പപ്പായ കഷ്ണങ്ങളാക്കിയത് 1 കപ്പ്, ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 1.5 ടീസ്പൂൺ, അധികം പുളിയില്ലാത്ത നല്ല കട്ടത്തൈര് 1 കപ്പ്, തേൻ 2-3 ടേബിൾ സ്പൂൺ, പുതിന ഇല
4 5 ഇലകൾ, ആവശ്യത്തിന് ഐസ് ക്യൂബ്സ്. അപ്പോൾ നമ്മുടെ ഓറിയൻ്റൽ സ്മൂത്തിക്ക് വേണ്ട കാര്യങ്ങൾ റെഡിയാണ്. അപ്പോൾ ആദ്യം നമുക്കിതിലേക്ക് പപ്പായ, നമ്മുടെ ഓമയ്ക്ക പഴുത്തത്, പപ്പായ പീസസ്, നല്ല മാമ്പഴം, ഇത് നല്ല എന്താ പറയുക നമ്മളുടെ കോട്ടുക്കോണം മാമ്പഴം, അതിപ്പോൾ ധാരാളം. ഇപ്പോൾ മാമ്പഴം ഇപ്രാവശ്യം വേനൽ ഭയങ്കരമായിരുന്നെങ്കിലും മാങ്ങയുടെ അവൈലബിലിറ്റി വളരെ കൂടുതലായിരുന്നു. കാര്യം മഴ പെയ്യാത്തത് കൊണ്ട് ഈ മാവെല്ലാം പൂത്ത് കിടന്ന സമയത്ത് മഴയില്ലായിരുന്നല്ലോ, അതുകൊണ്ട് പൂക്കളൊന്നും കൊഴിഞ്ഞു പോയില്ല, നിറച്ച് മാങ്ങ കിട്ടി. അപ്പോൾ ഇപ്രാവശ്യത്തെ നമ്മുടെ മാമ്പഴക്കാലം വളരെ സമൃദ്ധമാണ്. അപ്പോൾ മാമ്പഴം കൊണ്ട് ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇനി നമ്മുടെ കട്ടിയുള്ള തൈര് യോഗട്ട് 1 കപ്പ്, പിന്നെന്താ, പിന്നെ ഇഞ്ചി 1-2 ടീസ്പൂൺ വരെ ആകാം, പിന്നെ ആവശ്യം പോലെ തേൻ. ഇത് നല്ല ശുദ്ധമായ ചെറുതേനാണ്, എൻ്റെ കയ്യിൽ ചെറുതേനുണ്ടായിരുന്നു, അത് കാരണം ധാരാളമായിട്ട് നമുക്ക് മധുരത്തിന് ആവശ്യമായ തേൻ. തേനില്ലെങ്കിൽ കുറച്ച് പഞ്ചസാരയാകാം, അതല്ല ഇതൊന്നും വേണ്ട, മധുരം ഇതിനകത്തുള്ള മധുരം മതി എന്നുണ്ടെങ്കിൽ പഞ്ചസാരയും വേണ്ട തേനും വേണ്ട. ഓക്കെ. അത് കുറച്ച് പുതിന ലീവ്സ്, പുതിനയില 4 5, പിന്നെന്താ, പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സ്. ഐസ് ക്യൂബൊക്കെ ആവശ്യാനുസരണം. ഒന്ന് ബ്ലെൻഡ് ചെയ്യാം. കുറച്ചുകൂടി ഐസ് ക്യൂബ്സ് ആകാം. നല്ല ഒരു തിക്ക് സ്മൂത്തി ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല ഒരു കളറിൽ, ഒരു ലൈറ്റ് ഓറഞ്ച് കളറിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഗ്ലാസ്സുകളിൽ പകർന്നു വയ്ക്കാം. ഇതിൻ്റെ ടോപ്പിക്കിൽ ഒരല്പം തേനും സിംബോളിക്കായിട്ട് നമ്മളൊരു പുതിന ഇലയും കൂടി വയ്ക്കും. നല്ല ഓറിയൻ്റൽ സ്മൂത്തി ഇവിടെ റെഡിയാണ്. ഈ ഒരു വേനൽക്കാലത്ത് ഇതുപോലൊരു സ്മൂത്തി കുടിച്ചാൽ എത്ര നല്ലതായിരിക്കും, നമ്മുടെ ആരോഗ്യത്തിനും വളരെ നല്ലത്, ചൂടിനെ അതിജീവിക്കാനും പറ്റും. അപ്പോൾ ശരിക്കും നല്ലൊരു കൂളിംഗ് ഇഫക്റ്റാണ്. മാത്രമല്ല പപ്പായ, മാംഗോ, അത് മാമ്പഴവും പപ്പായ പഴവും അതെല്ലാം തന്നെ ഭയങ്കര നല്ലതാണ് ആരോഗ്യത്തിന്. പിന്നെ പുതിന നല്ലതാണ്, ഇഞ്ചി നല്ലതാണ് വയറിന്, പിന്നെ തേനും നല്ലതാണ്. അപ്പോൾ ഇതിൽ മോശപ്പെട്ട ഒന്നുമില്ല. പിന്നെ തൈര്, അതും വളരെ നല്ലതാണ് വയറിന്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചേർത്തൊരു സ്മൂത്തി ആകുമ്പോൾ യാതൊരു എന്താ പറയുക മോശപ്പെട്ട കാര്യങ്ങൾ ഇതിലില്ല. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഭയങ്കര ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഭക്ഷണം കഴിച്ചതിനൊരു തൃപ്തി നമുക്കുണ്ടാവും. ഇതുപോലെ ഒരു സ്മൂത്തി എല്ലാം കുടിച്ചാൽ മതി, അന്നത്തേക്ക് ആവശ്യമുള്ള കുറേ കാര്യങ്ങൾ, ഒരുപാട് വൈറ്റമിൻസ്, മിനറൽസ് എല്ലാം നമുക്ക് കിട്ടിയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടവും. ഇന്നത്തെ എപ്പിസോഡോട് അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം.